ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് നഗാർ. പഗോഡ ശൈലിയിലാണ് ഇവയിൽ മിക്കതിന്റെയും നിർമ്മാണം. ക്ഷേത്രങ്ങളുടെ എണ്ണം കൂടുതലുള്ളതിനാലാകണം പലയിടത്തും തിരക്ക് തീർത്തുമില്ലെന്ന് തന്നെ പറയാം. പഗോഡ ശൈലിയിലുള്ള നിർമ്മിതിക്ക് പ്രശസ്തമാണ് നഗാറിലെ ത്രിപുര സുന്ദരി ക്ഷേത്രം. ഗോപുരാഗ്രത്തോടെയുള്ള മേലാപ്പോടുകൂടി വ്യത്യസ്തമായ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂര 3 തട്ടുകളിലായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. താഴത്തെ മേൽക്കൂരയുടെ 4 കോണുകളിലും ചെറിയ സിംഹപ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു. അതിനു മുകളിലെ മേൽക്കൂരയിൽ അരയന്നങ്ങളെയും കാണാം. ഏറ്റവും മുകളിലെ മേൽക്കൂര വൃത്താകൃതിയിലാണ്. വലിയ മരത്തടികൾ ഉപയോഗിച്ചാണ് മേൽക്കൂരയുടെ ഉൾവശത്തിന്റെ നിർമ്മാണം. സൂക്ഷ്മമായ ഒട്ടേറെ കൊത്തുപണികൾ ഇവയിൽ കാണാനാകും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് രാജ യശോദ പണികഴിപ്പിച്ച ക്ഷേത്രമാണിത്. ഇവിടുത്തെ ദേവി ഒരിക്കൽ ചിലന്തിയായി മാറി ഒരു ചിലന്തി വലയുടെ രൂപത്തിൽ നെയ്തെടുത്തതാണ് ഈ ക്ഷേത്രം എന്ന് സൂചിപ്പിക്കുന്ന ചില ഐതിഹ്യങ്ങളുണ്ട്. ഷർഹി ജത്ര എന്ന പേരിൽ എല്ലാ മെയ് മാസത്തിലും ഇവിടെ ഒരു ഉത്സവം നടക്കുന്നു. ഉത്സവത്തിൽ പങ്കെടുക്കാനായി ഒട്ടേറെ സഞ്ചാരികൾ ആ സമയത്ത് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ക്ഷേത്രത്തിന്റെ അനുബന്ധ ഭാഗങ്ങളും പൂർണ്ണമായും കൊത്തുപണികളോട് കൂടിയ തടി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. നഗാറിലെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് റോറിച്ച് ഹിമാലയൻ ഫോക്ക് ആൻഡ് ട്രൈബൽ മ്യൂസിയമാണ്. പേരിൽ ഹിമാലയൻ നാടോടിത്തവും ഗോത്രപാരമ്പര്യവുമാണ് പറയുന്നതെങ്കിലും ഗാലറി അത്തരത്തിലൊന്നല്ല എന്നതാണ് വസ്തുത. പ്രകൃതി രമണീയതയ്ക്ക് നടുവിലൂടെ കൽപ്പാത കയറി വേണം മുകളിലേക്ക് പോകാൻ. നിക്കോളാസ് റോറിച്ച് റഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ കുടിയേറിയ ചിത്രകാരനായിരുന്നു. നിക്കോളാസ് റോറിച്ചും അദ്ദേഹത്തിന്റെ മകനും വരച്ച ഒട്ടേറെ പെയിന്റിങ്ങുകൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഇവ കൂടാതെ ഒട്ടനേകം റഷ്യൻ ചിത്രകാരന്മാരുടെയും ഇന്ത്യക്കാരുടെയും ചിത്രങ്ങളും ഇതിനുള്ളിലായി കാണാം. നഗാറിലെത്തുന്ന സഞ്ചാരികൾക്ക് തികച്ചും പുതുമയാർന്ന അനുഭവം പകർന്നു നൽകുന്ന ഒന്നാണ് നിക്കോളാസ് റോറിച്ച് ആർട്ട് ഗാലറി. ഹിമാലയൻ മലനിരകളുടെ ഭംഗി അപ്പാടെ ആലേഖനം ചെയ്തിരിക്കുന്നവയാണ് ഇവിടെയുള്ള പെയിന്റിങ്ങുകൾ മിക്കതും. റഷ്യൻ വസ്ത്രങ്ങളും സംഗീതോപകരണങ്ങളും വീട്ടുപകരണങ്ങളും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.
പാവകളിലൂടെയാണ് വസ്ത്രധാരണ രീതികൾ വ്യക്തമാക്കുന്നത്. മ്യൂസിയം കണ്ടു കഴിയുമ്പോൾ റഷ്യൻ സംസ്കാരത്തിന്റെ വലിയൊരു ഭൂമികയിൽ നിന്നാണ് നാം പുറത്തേക്കിറങ്ങുക.